അസ്സലാമു അലൈക്കും. ഛേ, അവൾ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അവൾക്കേ എന്നെ അറിയില്ല. റൂമിലേക്ക് കയറി വന്നുകൊണ്ട് അഫി കയ്യിൽ കിട്ടിയ ഫ്ലവർ വേസ് എടുത്തുകൊണ്ട് അവൾ ദേഷ്യത്തോടെ നിലത്തേക്ക് എറിഞ്ഞു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന അസ്ലം ഞെട്ടി എണീറ്റ് നോക്കുമ്പോൾ സകലതും എരിച്ചു കളയാൻ പാകത്തിന് ദേഷ്യത്തോടെ നിന്ന് വിറക്കുന്നവളെയാണ്. കാര്യം അറിയാതെ അവൻ എണീറ്റു. എന്താ എന്താ അഫി, രാവിലെ തന്നെ ഇന്നെന്താ തനിക്ക് സംഭവിച്ചത്? നീ എന്താ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നത്? അതിന് മറുപടി എന്നോണം കത്തുന്നൊരു നോട്ടമാണ് അവന് കിട്ടിയത്. ആ, നിങ്ങളിവിടെ ഇങ്ങനെ കിടന്നുറങ്ങിക്കോ. ഇവിടെ നടക്കുന്നതൊന്നും അറിയണ്ട. ഇവിടെ പുതിയ ഓരോരുത്തരും പുതിയ പദവിയിലൊക്കെ ആയത് അറിയുകയേ വേണ്ട. ഈ പോക്കേ പോവുകയാണെങ്കിൽ ഇവിടെ വേലക്കാരുടെ വില പോലും ഉണ്ടാവില്ല. എൻ്റെ പൊന്നഫി, രാവിലെ തന്നെ നീ എന്തൊക്കെയാണ് പറയുന്നത്? ഒന്ന് തെളിയിച്ച് പറയുന്നുണ്ടോ? ആരുമായിട്ടാണ് നീ രാവിലെ വായിക്കിട്ടത്? ആ, ഞാൻ തെളിയിച്ച് തരാം. ചെവി തുറന്ന് വെച്ച് കേട്ടോ. നാളെ മുതൽ നിങ്ങളെ ഇക്ക കമ്പനി നടത്തിപ്പ് ഏറ്റെടുത്തുവെന്ന്. എന്നോട് വീട്ടിൽ അയാളെ കെട്ടിയോളം നോക്കിയിരിക്കാൻ, അവൾ പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ, അല്ലെങ്കിൽ എന്നോട് നാട്ടിലേക്ക് പോകാൻ. അവർ രണ്ടു മാത്രം മതി ഇവിടെ എന്ന്. മനസ്സിലായോ? അവൾ അസ്ലമിനെ നോക്കി പുച്ഛത്തോടെ ചുണ്ടുകൊട്ടി. സത്യമായിട്ടും ഇക്ക നാളെ മുതൽ കമ്പനിയിൽ വരുന്നുണ്ടോ? ആ, ബെസ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞതൊന്നും നിങ്ങളെ ചെവിയിൽ കയറിയില്ലേ? ഇത്രയും നാൾ നിങ്ങൾ സ്വന്തമാണെന്ന് കരുതിയിരുന്ന കസേരയിലെ നാളെ മുതൽ അങ്ങേരി കയറിയിരിക്കും. അതൊക്കെ പോട്ടേന്ന് വെക്കാം. ആ വേലക്കാരി അനുസരിച്ച് എവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ നടക്കൂല. ഞാൻ നാട്ടിൽ പോകും, അല്ലെങ്കിൽ എനിക്ക് വേറെ വീട് കണ്ടു വെച്ചോണം. അവൾ ഞെട്ടിത്തിരിഞ്ഞ് പോകുന്നത് കണ്ട് അസ്ലം ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. അവൻ്റെ മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ കടന്നുപോയി. ചിന്തകൾ കൊണ്ട് ഭ്രാന്തി പിടിച്ചു തുടങ്ങി. അഫിയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയാതെ അവൻ ഉടറി. കുട്ടികളുടെ കാര്യമാണ്. എല്ലാം ആലോചിച്ചുകൊണ്ട് എന്തോ തീരുമാനം വെച്ചുറപ്പിച്ച പോലെ അവൻ തിരിഞ്ഞ് റൂമിലേക്ക് നടന്നു. അസ്ലം ഓഫീസിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഹാളിൽ ഇരുന്നു കൊണ്ട് തന്നെ വിളിക്കുന്ന ഇമ്രാനെ അവൻ കാണുന്നത്. എന്തെന്നർത്ഥത്തിൽ അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. നാളെ ഞാൻ ഓഫീസിൽ വരുന്ന കാര്യം ആഫി പറഞ്ഞറിഞ്ഞ് കാണുമല്ലോ അല്ലേ? ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എല്ലാ കമ്പനിയുടെയും കറക്റ്റ് കണക്ക് മുതൽ സകല ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിരിക്കണം. ഒരാഴ്ചപ്പണിയുണ്ട് വൈകാതെ. അതിനുവേണ്ടി ആ ഡീറ്റെയിൽസ് എല്ലാം നിർബന്ധമാണ്. അപ്പോൾ ശരി, നീ ചെല്ലേ. അവൻ തലയാട്ടിക്കൊണ്ട് നടക്കാനൊരുങ്ങിയതും വീണ്ടും ഇമ്രാൻ്റെ ശബ്ദം അവനെ തേടിച്ചെന്നു. ആ, പിന്നെ ഞാൻ പറഞ്ഞ കാശ് സുഹറയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടാവില്ലേ? അടുത്ത ആഴ്ചയാണ് കല്യാണം. ആ, എത്തിക്കാണും. അല്ലെങ്കിൽ ഞാൻ വിളിച്ചു നോക്കാം. എത്തേണ്ടതാണ്. പെട്ടെന്നായിക്കോട്ടെ, വൈകണ്ട. പെട്ടെന്ന് തന്നെ നടന്നു നീങ്ങുന്ന അസ്ലമിനെ നോക്കി ഇമ്രാൻ അവിടെ തന്നെ നിന്നു. കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാതെ സുഹറയ്ക്ക് വല്ലാത്തൊരു വിരസത നിറഞ്ഞു നിന്നു. കുട്ടികൾ പോലും തൻ്റെ അടുത്തേക്ക് വരാതെയായിരിക്കുന്നു. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലും അഫി വിലക്കിയതുകൊണ്ട് മാത്രം ആണെന്നറിയാം. അദ്ദേഹത്തിൻ്റെ മഹർ തൻ്റെ കഴുത്തിൽ കയറിയിട്ടുണ്ടെങ്കിലും എൻ്റെ ജോലി ഞാൻ മറന്നിട്ടില്ല. ജോലിയല്ല, ഇഷ്ടത്തോടെ ചെയ്തിരുന്നതാണ് എല്ലാ ജോലിയും. പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യാനാവുന്നില്ല, സമ്മതിക്കുന്നില്ല. ഒന്നും എടുക്കരുത് എന്നാണ് തീരുമാനം. കുട്ടികൾക്ക് ഭക്ഷണം പോലും വാരിക്കൊടുക്കരുത് എന്ന് വിലക്കിയിട്ടുണ്ട്. അവരുടെ ഉമ്മയുണ്ടല്ലോ എന്ന് അത് മതിയെന്ന് ശക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ വഴക്കിലെത്തിയ സന്ദർഭം ഓർമ്മ വന്നു സുഹറയ്ക്ക്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് സുഹറയും ഡെയ്സി ചേച്ചിയും ഭക്ഷണം എടുത്തുകൊണ്ട് അടുക്കളയിൽ നിന്നും വന്നത്. സുഹറയെ കണ്ടതും ഇമ്രാൻ അവളെയും പിടിച്ചരികിലിരുത്തി. അതിഷ്ടപ്പെടാതെ ആഫി കുട്ടികളെയും വലിച്ചുകൊണ്ട് എണീറ്റുപോയി. ഭക്ഷണത്തിന് മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് അന്നം നിഷേധിച്ചുകൊണ്ട് വലിച്ചു പോകുന്നത് കണ്ടപ്പോൾ സുഹറക്ക് സഹിച്ചില്ല. അവൾ എണീറ്റുപോയി അഫിയെ തടഞ്ഞു. അഫി, ഞാൻ അവിടെ ഇരിക്കുന്നില്ല. അഫി, എന്നാലും ആ കുഞ്ഞുങ്ങളെ പട്ടിണിക്കരുതരുത്. പാവല്ലേ, പോയിരുന്നോളൂ. അഫി അവളുടെ സൂത്രം പ്രാവർത്തികമായ സന്തോഷത്തിൽ ചുണ്ടുകൊട്ടിയൊന്ന് പുഞ്ചിരിച്ചു. അവൾ കുട്ടികളെയും കൊണ്ട് വീണ്ടും അവിടെ തന്നെ വന്നിരുന്നു. സുഹറ! പുറകിൽ നിന്നുള്ള ഇമ്രാൻ്റെ ശബ്ദത്തിൽ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ സുഹറയുടെ കാലുകൾ നിശ്ചലമായി. ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നവർ എല്ലാം അത് നിർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇവിടെ വാ! അവൻ്റെ ഉറച്ച ശബ്ദത്തിലുള്ള ആജ്ഞ കേട്ടതും അവൾ അറിയാതെ തന്നെ കാലുകൾ അവനരികിലേക്ക് ചലിച്ചു. നിന്നോട് ആരാട് പറഞ്ഞതേ ഇവിടെ നിന്ന് എണീറ്റു പോവാൻ? ഇരിക്കിവിടെ. അങ്ങനെ ആരെങ്കിലും എണീറ്റു പോകുമ്പോഴോ ആർക്ക് വേണ്ടിയും മാറിക്കൊടുക്കാനോ അല്ല നിന്നെ ഞാൻ ഇവിടെ ഇരുത്തിയത്.
ഇനി മേലിൽ ഒരാൾക്ക് വേണ്ടിയും ഭയപ്പെട്ട് മാറിക്കൊടുക്കരുത് കേട്ടോ. ഇഷ്ടമുള്ളത് വേണ്ടാന്ന് വെക്കരുത്. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതിനവളൊന്ന് തലയാട്ടുക മാത്രം ചെയ്തു. എണീറ്റ് പോകുന്നതെല്ലാം കൊള്ളാം. വിളമ്പി വെച്ച് ഭക്ഷണം കളയാൻ ശ്രമിച്ചാലേ പിന്നെ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കരുത്. അത് ലാസ്റ്റ് വാണിംഗ് ആണ്. ഇഷ്ടമുള്ളവർ മാത്രം കഴിച്ചാൽ മതി. ഇന്ന് ഇവിടെ നിന്ന് എണീറ്റ് പോയാൽ പിന്നെ ഇനി ഒരു തുള്ളി വെള്ളം ഈ വീട്ടിൽ നിന്നും കുടിച്ചു പോകരുത് ആരും. അവൻ്റെ ആജ്ഞ തന്നെയായിരുന്നു അത്. അഫീൽ ദേഷ്യം നുരഞ്ഞു പൊന്തിയെങ്കിലും അവൻ പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്യേണ്ടി വരുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. പക്ഷേ അവൾ ആ ദേഷ്യം മുഴുവൻ തീർത്തത് പാവം പിടിച്ച കുഞ്ഞുങ്ങളുടെ മേലിലായിരുന്നു. കാര്യമൊന്നുമില്ലാതെ അവരെ തല്ലുന്നതും അവർ ഉച്ചത്തിൽ കരയുന്നത് കേട്ടതും സുഹറ ചെന്ന് പിടിക്കാനൊരുങ്ങിയതാണ്. പക്ഷേ കൈകളിൽ വീണ പിടുത്തം അവളെ അവിടെ തന്നെ നിർത്തി. അവളുടെ കുഞ്ഞുങ്ങളാണ്, അവൾ ഇഷ്ടമുള്ളത് ചെയ്യും. നീ ആരാണത് ചോദിക്കാൻ? ആരുമല്ല. എന്നാലും ആ കുട്ടികളെ വെറുതെ ഇങ്ങനെ ഉപദ്രവിക്കരുത് എന്ന് പറയാൻ. വേണ്ട, ഞാൻ നിന്നോട് പറയാൻ പോകുന്ന മറുപടി അവൾ നിന്നോട് പറയാൻ പോകുന്ന മറുപടി ഞാൻ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ഇനിയും പോയി അവളുടെ മുന്നിൽ നാണം കെടേണ്ട. എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. കേൾക്കുന്നുണ്ടോ? തലയാട്ടി സമ്മതിക്കാൻ അല്ലാതെ മറ്റൊന്നും കഴിഞ്ഞിരുന്നില്ല. കുട്ടികളുടെ നിർത്താതെയുള്ള കരച്ചിൽ ഹൃദയത്തിൽ വേദന ഉണ്ടാക്കിയപ്പോൾ അവൾ ചെവികൾ കൊട്ടിയടിച്ചു കളഞ്ഞു. അവരുടെ കരച്ചിൽ അവൾക്ക് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അത്രയേറെ താലോലിച്ചും സ്നേഹിച്ചും കൊണ്ടു നടന്നതാണ് താൻ കാരനാണല്ലോ എന്ന ചിന്തകളിൽ വല്ലാത്തൊരു നീറ്റിലുണ്ടാക്കി തുടങ്ങി. സുഹറ മനഃപൂർവ്വം അവരിൽ നിന്നും അകന്നു നടന്നു. ഇനിയും ആ കുഞ്ഞുങ്ങൾ വേദനിക്കാതെ ഇരിക്കാൻ. സുഹറയുടെ വീട്ടിൽ കല്യാണപ്പന്തലൊരുങ്ങി മുറ്റവും തൊടിയും പന്തലിട്ട് അലങ്കരിച്ചു. അകത്ത് സ്ത്രീകൾ മൈലാഞ്ചി ചുവപ്പിൽ നീരാടി. കലവറയിൽ ഭക്ഷണം വെക്കുന്നതിൻ്റെ തിരക്കാണ്. ആമിനമ്മ വരുന്നവർക്കെല്ലാം സ്വർണവും വസ്ത്രവും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അകത്ത് മുറിയിൽ അസീനയുമുണ്ട്. പുതിയ വസ്ത്രങ്ങളുടെ ചന്തം നോക്കി. എന്നാലും രാമന, ഇത്രയും സ്വർണം മേടിക്കാനുള്ള പൈസയൊക്കെ സൂറ അയച്ചതാണോ? നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഓൾ എത്രയും പെട്ടെന്ന് കഴിച്ചില്ലാവെന്ന് ഞാൻ നിരീക്ഷിച്ചിട്ടില്ല. ഇനി ഓൾ അവിടെ അടുക്കളപ്പണിക്ക് തന്നെയല്ലേ പോയത്? എന്തായാലും നിങ്ങളെ ഭാഗ്യം. ഓരോന്നും നോക്കിക്കാണുന്നതിനിടയിലാണ് അയൽവാസികൾ ആമിനമ്മയുടെ നേരെ ചോദ്യം എറിഞ്ഞത്. അവളത് അവിടെ നിന്ന് കടം വാങ്ങി അയച്ചതാണ്. കുറച്ച് വീട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. ആ, എന്തെങ്കിലും ആവട്ടെ. ആ ഇരിക്കുന്ന കുട്ടിയെ അവൾ മറക്കാതെ ഇരുന്നാൽ മതി. അകത്തെ ബഹളത്തിനിടയിൽ അസീന കണ്ണുരിട്ട് നോക്കുന്നത് അറിഞ്ഞുകൊണ്ട് ഒരു പാവത്തെ പോലെ ഒരു സന്തോഷങ്ങളിലും പങ്കെടുക്കാതെ ഒതുങ്ങിയിരിക്കുന്ന ആമയെ നോക്കി അവർ അടക്കം പറഞ്ഞു. നിർത്താതെ അടിക്കുന്ന ഫോണിലേക്ക് നോക്കി മുഖം തിരിച്ചു നടന്നു ഓരോരുത്തരും. ആർക്കും അതൊന്നും എടുക്കാൻ പോലും സമയമില്ല. എല്ലാവരും തിരക്കിലാണ്. ഹാളിലെ ഒരു മൂലയിൽ അടങ്ങിയിരിക്കുന്ന ആമി കുറേ സമയമായി ആരെങ്കിലും ഫോൺ എടുക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്നു. ആരും അത് ശ്രദ്ധിക്കുന്നത് പോലുമില്ല എന്ന് കണ്ടതും അവൾ പോയി കസേരയിൽ കയറി നിന്ന് ഭിത്തിയിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന സ്റ്റാൻഡിൽ നിന്നും ഫോണിൻ്റെ റിസീവർ എടുത്ത് കയ്യിൽ പിടിച്ചു. ഹലോ, അവൾ നീട്ടി വിളിച്ചു. ആമി, ആമിമോളാണോ? ഉമ്മി. സന്തോഷം കൊണ്ട് അവളുടെ മുഖം വിടർന്നു. ചുണ്ടുകളിൽ പുഞ്ചിരി വിരിഞ്ഞു. ഉമ്മിയുടെ ആമിമോൾക്ക് സുഖാണോ? കല്യാണമല്ലേ? എല്ലാവരും ഉണ്ടോ അവിടെ? ചുഖാണുമ്മി. ഉമ്മിക്ക് ചുഖല്ലേ? അവളുടെ കൊഞ്ചിയുള്ള ചോദ്യം കേട്ടതും സുഹറയുടെ കണ്ണുകൾ ഈറനായി. ഉമ്മിക്കൊരു ഉമ്മത്ത ആമിമോളെ. ഫോണിലൂടെ ആമി കൊടുക്കുന്ന ഓരോ മുത്തങ്ങളും സുഹറ കണ്ണടിച്ചുകൊണ്ട് സ്വീകരിച്ചു. എത്രയും പെട്ടെന്ന് മോളെ പോയി വാരിപ്പുണരാൻ തോന്നി അവൾക്ക്. ഉമ്മി എൻ്റെ കല്യാണത്തിന് വരാഞ്ഞ് എല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇട്ടു. സജനമാമിൻ്റെ കയ്യിൽ നിറയെ മൈലാഞ്ചിട്ടു. ഉമ്മി നാളെ വരുമോ? ആമിക്ക് കാണാൻ പൂതിയുണ്ട് ഉമ്മനെ. ആമി അറിയാതെ തന്നെ തേങ്ങിപ്പോയി. എത്രത്തോളം സഹിക്കാൻ കഴിയും ആ കുഞ്ഞിനെ? മനസ്സിനെ അവഗണനയും ഒറ്റപ്പെടലും. ആമി മോളെ, എൻ്റെ കുട്ടി കരയണ്ട കേട്ടോ. ഉമ്മി വേഗം വരാം. അത് പോട്ടെ, ഉമ്മിൻ്റെ കുട്ടിക്ക് ഉടുപ്പെടുത്തിയില്ലേ? സുഹറയുടെ ഹൃദയം ഒന്ന് പിടച്ചെങ്കിലും ആമിയുടെ മനസ്സൊന്ന് മാറ്റാൻ എന്ന പോലെ ചോദിച്ചു. എഴുതിട്ട് ഉമ്മേ, ഉപ്പുപ്പ വാങ്ങിത്തന്നല്ലോ ചുവന്നുടുപ്പേ. നല്ല രസമുണ്ട്. അവൾ ആവേശത്തോടെ പറയുന്നത് കേട്ടതും സുഹറയുടെ മുഖം തെളിഞ്ഞു. ആമി ആവേശത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾ കണ്ടില്ല അസീനയുടെ കുട്ടി ഓടി വരുന്നത്. അവളുടെ ശ്രദ്ധ ഉമ്മയോട് സംസാരിക്കുന്നതിൽ മാത്രമായിരുന്നു. അവൻ ഓടി വന്നുകൊണ്ട് ആമി നിൽക്കുന്ന കസേര പിടിച്ചുകൊണ്ട് ഒരൊറ്റ തള്ള്. കസേര താഴെ വീണതോടുകൂടി ആമിയും മടുത്തെറ്റി താഴെ വീണു. പ്രതീക്ഷിക്കാതെ വീഴ്ചയിൽ അവൾ ആകെയൊന്ന് പേടിച്ചു പോയി. അവളുടെ കയ്യിൽ നിന്നും റിസീവർ താഴെ വീണ് തൂങ്ങിക്കിടന്നു. തല ഇടിച്ച് വീണത് കാരണം തല പൊട്ടി ചോരയിലിക്കാൻ തുടങ്ങി. ഉമ്മീ,
ആമി വേദന സഹിക്കാനാവാതെ വലിയ വായിൽ കരയാൻ തുടങ്ങി. ആമിയുടെ കരച്ചിൽ ഫോണിലൂടെ കേട്ട സുഹറ പേടിച്ചുകൊണ്ട് ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. ആമി, എന്ത് സംഭവിച്ചു എന്നറിയാതെ സുഹറയുടെ ഉള്ളം വിങ്ങി. മോളെ, അവൾ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു. ആമിയുടെ കരച്ചിലല്ലാതെ മറ്റൊന്നും അവിടെ കേൾക്കാനില്ല. സുഹറ നെഞ്ചിൽ ഭയത്തോടെ കൈവച്ചു. ആമിയുടെ കരച്ചിൽ കേട്ട് ആമിനുമ്മ അവിടേക്ക് ഓടി വന്നു. താഴെ വീണ് കിടക്കുന്ന ആമിയെയും അസീനയുടെ കുട്ടിയെയും കണ്ടപ്പോൾ തന്നെ ആമിനുമ്മയ്ക്ക് കാര്യം പിടികിട്ടി. അവൾ ഓടിച്ചെന്നുകൊണ്ട് ആമിയെ എണീപ്പിക്കാൻ ശ്രമിച്ചു. ചോര പനിച്ചിറങ്ങുന്ന നെറ്റിയോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആമിയെ കണ്ടതും അവർക്ക് ഭയം തോന്നി. മജീദ്ക്ക പുറത്തുണ്ട്. കണ്ടുവന്നാൽ ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷം മുഴുവനും മതിയാവും. ഉമ്മുമ്മ, ഇവനിന്നെ ഉന്തിയിട്ടു. ചോര വരുന്നുണ്ട് ഉമ്മുമ്മ. ആമിക്ക് നല്ല വേദനയുണ്ട്. കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആമി പറഞ്ഞതും ആമിനും അവനെ നോക്കി. അതോടുകൂടി അവൻ വലിയ വായിൽ കരഞ്ഞു തുടങ്ങി. തൻ്റെ മേലിലേക്ക് കുറ്റം ചാർത്തപ്പെടുമോ എന്ന ഭയം അവനുണ്ട്. അവൻ്റെ കരച്ചിൽ കേട്ടതും ഇത്രയും നേരം ആമി കരയുന്നത് കേട്ടിട്ടും തിരിഞ്ഞു നോക്കാത്ത അസീന ഓടിപ്പിടിച്ചു വന്നു. എന്താ മോനെ, എൻ്റെ കുട്ടീനെ ആരാ കരയിപ്പിച്ചത്? അസീന അവൻ്റെ ശരീരമാകെയെന്ന് ഒഴിഞ്ഞു നോക്കി. ആമീനെ അവൻ തള്ളിയിട്ടു മാമി. കരഞ്ഞുകൊണ്ട് പറയുന്ന ആമിയെ അപ്പോഴാണ് അസീന ശ്രദ്ധിക്കുന്നത്. രക്തം ഒലിപ്പിച്ച് നിൽക്കുന്ന അവളെ കണ്ടതും അവളുടെ കണ്ണുകൾ പോയത് പുറത്തേക്കാണ്. ഉപ്പ എങ്ങാനും വരുന്നുണ്ടോ എന്ന്. ഉപ്പ പുറത്തെ തിരക്കുകളിലാണെന്നറിഞ്ഞതും അസീന ആമിയെ പിടിച്ചു മാറ്റി കാലിലേക്കൊരു അടി വെച്ചു കൊടുത്തു. നുണ പറയുന്നോടി, നീ ഫോൺ എടുക്കാൻ വലിഞ്ഞ് കയറിയപ്പോൾ വീണതല്ലേ? ആരെ വിളിക്കാനാണ്? ഓ, നിൻ്റെ കുമ്മിയാവല്ലേ? എന്നിട്ട് എൻ്റെ കുട്ടീനെ നീ കുറ്റം പറയുന്നോ? അവൾ ആമിയുടെ വേദനയുള്ള കൈ പിടിച്ചു വലിച്ചുകൊണ്ട് ഒന്ന് വലിച്ചതും ആമിയുടെ കരച്ചിൽ ഉച്ചത്തിലായി. എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി. ഓ, എന്താ അവളൊരു കള്ളക്കരച്ചിൽ! തള്ളയുടെ അതേ സ്വഭാവമാണ്. നുണ പറയാനും കള്ളക്കരച്ചിൽ കരയാനും നല്ലോണം അറിയാം. എന്താണെന്നറിയോ ഓളെ പറച്ചിലേ? ഇത്രയും ചെറിയ കുട്ടി ഈ കസേര എന്തിയാൽ വീയോ? ഇത് ഓള് കസേരയിൽ കയറിയപ്പോൾ വീണതാണ്. എന്നിട്ടിപ്പോൾ എൻ്റെ കുട്ടിയെ കുറ്റം പറയുന്നു. പാവൻ്റെ കുട്ടി അത് പേടിച്ചു പോയി. ഇനി നുണ പറയോടി? അവൾ തൻ്റെ കുഞ്ഞിൻ്റെ മേലുള്ള കുറ്റം മറ്റുള്ളവർ അറിയാതെയിരിക്കാൻ വേണ്ടി ആമിക്ക് നേരെ കൈയോങ്ങി. അവളെ മര്യാദ പഠിപ്പിക്കാൻ ഒരുങ്ങി. തലങ്ങും വിലങ്ങും മടിച്ചു. ആ കുഞ്ഞിന് എന്തു പറ്റിയെന്ന് പോലും അവൾ നോക്കിയില്ല. ആമി വേദന കാരണം വലിയ വായിൽ കരയാൻ തുടങ്ങി. അവൾക്ക് ഒട്ടും തന്നെ സഹിക്കാനാവാത്തത് കൊണ്ട് മാത്രമായിരുന്നു അത്. അകത്തെ ബഹളം കേട്ടുകൊണ്ട് മജീദ്ക്ക ഓടി വന്ന് നോക്കുമ്പോൾ കാണുന്നത് അസീനയുടെ കയ്യിൽ കിടന്ന് നിലവിളിക്കുന്ന ആമിയാണ്. ഡീ! മജീദ്ക്കയുടെ ശബ്ദം കേട്ടതും അസീന ആമിയിൽ നിന്നുള്ള കൈവിട്ടു. ഉപ്പുപ്പ! ആ കുട്ടി തൻ്റെ വേദന മനസ്സിലാക്കുന്ന ഒരാളെ കണ്ടതും ഒന്ന് ഏങ്ങിക്കൊണ്ട് കെട്ടിപ്പിടിച്ചു. എന്നെ കാട്ടിപ്പൂപ്പ, ദേ ഇവിടെയൊക്കെ മുറിവുണ്ട്. കൈ വേദനിക്കുന്നുണ്ട് ഈ ആമിക്ക്. മുറിവ് പറ്റിയിടവും വേദനിക്കുന്ന കൈകളും കാണിച്ചുകൊണ്ട് ആമി തേങ്ങി. മജീദ്ക്ക ഒരു കത്തുന്ന നോട്ടം അസീനക്ക് നേരെ എറിഞ്ഞു. അവൾ പേടിച്ചു പോയിരുന്നു. പക്ഷേ വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറായില്ല. കണ്ടോ ഓൾ നുണ പറയുന്നത്? പഠിച്ച കള്ളിയാണ്. ഉപ്പ എന്തിനാ എന്നെങ്ങനെ നോക്കി പേടിപ്പിക്കണേ? ഡീ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടിയെ ഉപദ്രവിക്കരുത് എന്ന്. ഇതെന്ത് പേച്ചു? ഇവൾക്ക് എന്ത് സംഭവിച്ചെന്ന് നോക്കാതെ അതിനെ പിന്നെ അടിക്കാൻ നോക്കുന്നു. ഓ, അല്ലെങ്കിലും ഞങ്ങൾക്കറിയാം ഉപ്പാക്ക് അവൾ കഴിഞ്ഞ വേറെ ആരും ഉള്ളൂ എന്ന്. കാര്യം ഉണ്ടാവും. ഓളെ ഉമ്മ തന്ന ലക്ഷങ്ങൾ കൊണ്ടല്ലേ ഈ കല്യാണം നടക്കുന്നത്. എനിക്കിപ്പോൾ അമ്മനെ കൊഞ്ചിച്ചിട്ട് സുഹറ തരുന്ന ഹറാമായ പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ആരൊക്കെ ഒപ്പം കിടന്ന് കിട്ടുന്നതാണെന്ന് ആർക്കറിയാം. അല്ലെങ്കിൽ ഓളെക്കൊണ്ട് കഴിയൂല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ ലക്ഷങ്ങൾ കിട്ടിയത്? ഡീ! മജീദ്ക്കയുടെ കൈകൾ അവളുടെ മുഖത്തിന് നേരെ ഉയർന്നു വീണെങ്കിലും തൻ്റെ പുറകിൽ നിൽക്കുന്ന അമീറിൻ്റെ മുഖം ഓർമ്മ വന്നതും അയാൾ കൈ പിൻവലിച്ചു. തല മറന്ന് എണ്ണ തേക്കരുത് അസീന. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. പറഞ്ഞത് പിന്നെ തിരിച്ചെടുക്കാൻ കഴിയൂല. അവൾ തരുന്നത് ഇയും തിന്നുന്നുണ്ട്. ഇപ്പോഴും തിന്നുന്നുണ്ട്. ഈ കല്യാണത്തിന് വേണ്ടി ഇവിടെ ഒരു 50 പൈസ ചിലവുണ്ടെങ്കിലേ അതെല്ലാം ഓള പൈസ തന്നെയാണ്. അത് എങ്ങനെ വന്നുവെന്ന് എനിക്കറിയാം. വേറെ ആരെയും ബോധിപ്പിക്കണ്ട. സ്വന്തം പല്ലിൽ കുത്തി മണപ്പിക്കണ്ട. നാളെ നല്ലൊരു കാര്യം നടക്കാൻ പോകുന്ന സ്ഥലമാണ്. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നടക്കണ്ട. എനിക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ ആമിന? എൻ്റെ നാവ് ഇറങ്ങിപ്പോയോ? ആമിനമ്മയുടെ നേരെ ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് മജീദ്ക്ക ആമിയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഓള് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഓരോരുത്തരും ചോദിക്കുമ്പോൾ എൻ്റെ തൊലി ഇരിഞ്ഞു പോവാണ്. ഇത്രയും പൈസ ഓൾക്ക് എവിടെ നിന്നാണെന്ന് പലതും ഞാനും കേൾക്കുന്നൊക്കെ ഉണ്ട്. പൊട്ടത്തിയൊന്നുമല്ല. ഈ കുട്ടീനെ എവിടെ ഇട്ട് ഓള് വേറെ വല്ല പണിക്കും പോയതാണോ എന്ന് എനിക്കും സംശയമുണ്ട്. അത് പറഞ്ഞതും മജീദ്ഖാൻ്റെ കൈകളിൽ
കൈകൾ ആമിനമ്മയുടെ കവിളിൽ പതിഞ്ഞു. നന്ദി വേണടി നന്നു. ആ പെണ്ണ് ഓളെ ജീവിതം തന്നെ ഇവിടെ പണയം വെച്ചിട്ടാണ് ഇന്നിവിടെ ഈ അലങ്കാരങ്ങളൊക്കെ നടക്കുന്നത്. കുറച്ച് ദിവസം മുമ്പേ ഇജ് തന്നെയല്ലേ ഓളോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും പറയുന്ന പൈസ ഇങ്ങോട്ടേക്കാൻ അല്ലേ? അല്ലാതെ ഈ ബന്ധം നമുക്ക് കൂട്ടിയാൽ കൂടലെന്ന് എൻ്റെ കുട്ടി പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ വേണ്ട സുഹ്റാനെ കൊണ്ട് കഴിയുന്ന പോലെ ഒരു ബന്ധം വരുമ്പോൾ നടത്താമെന്ന് ഇജും കരുതിയില്ല, ഈ പറഞ്ഞതുമില്ല. ഈ വലിയ വർത്താനം പറയുന്ന ഇവളും കരുതിയില്ല. ഞാൻ പറഞ്ഞതാണ് ഈ ബന്ധം നമുക്ക് വേണ്ടാന്ന്. ഒന്നിനും പറ്റാത്ത എൻ്റെ വാക്കിന് ഇവിടെ എന്തെങ്കിലും ഒരു വില ഉണ്ടോ? ഇല്ലല്ലോ. എനിക്ക് അധ്വാനിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിലേ എൻ്റെ കുട്ടി അവിടെ കഷ്ടപ്പെടില്ല. നന്ദിയില്ലാത്ത നിങ്ങൾക്ക് സുഖിച്ച് ജീവിക്കാൻ പൈസയും തരൂല. കരുതി ജീവിച്ചോ. ഈ കുട്ടിക്ക് ഇവിടെ സുഖമാണെന്ന് കരുതിയാണ് ഓൾ അവിടെ നിൽക്കുന്നത്. അല്ല എന്നെങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ എൻ്റെ ഒക്കെ പൊങ്ങച്ച് അവിടെ നിൽക്കും. പൊറുക്കൂല ഓൾ എന്നോട് ആമിന. ഇതിനെ നോക്കൂലെന്ന് പടി കടന്നു പോയപ്പോഴും ഓള് ചോദിച്ചതാണ്. അത് മറക്കണ്ട. അവിടെ നിൽക്കും തോറും ആമിക്ക് വേദന കൂടുമെന്നറിഞ്ഞതും മജീദക്ക കുട്ടിയെ കൊണ്ട് വേഗം കിട്ടിയ വണ്ടിയിൽ ആശുപത്രിയിലേക്ക് പോയി. അകത്തുള്ളവരെല്ലാം മുഖത്തോട് മുഖം നോക്കി നിന്നു. അസീന കുട്ടിയെയും കൊണ്ട് വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. നല്ലൊരു ദിവസമായിട്ട് എങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന നിരാശയിൽ സജിനയെ നിന്നു. അത്രയും നേരം സന്തോഷം നിലനിന്നിരുന്ന വീട്ടിൽ മൗനം തളം കെട്ടി നിന്നു. വീണ് കിടക്കുന്ന കസേര എടുത്തു വെച്ചപ്പോഴാണ് ആമിനമ്മ തൂങ്ങിക്കിടക്കുന്ന റിസീവർ ശ്രദ്ധിക്കുന്നത്. അതും എടുത്തു വെക്കുമ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല അവിടെ നടന്നതെല്ലാം കേട്ട് ഒരുവളുടെ കരച്ചിൽ ആ ഫോണിനുള്ളിൽ അലയടിക്കുന്നുവെന്ന്. തൻ്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നറിയാതെ വിങ്ങുന്ന ഒരു ഉമ്മയുടെ ഹൃദയം താൻ സ്നേഹിക്കുന്നവരുടെ മനസ്സ് തെളിഞ്ഞ വെള്ളം പോലെ വെളിവായപ്പോൾ തോറ്റുപോയൊരുവളെ തൻ്റെ ജീവനെ നോക്കാൻ ഏൽപ്പിച്ചവർ തന്നെ അവളെ തള്ളിക്കളഞ്ഞത്. സുഖമാണെന്ന് താൻ കരുതിയിരുന്ന തൻ്റെ മോള് ഇത്രയും കാലം അവിടെ നരകിക്കണമെന്നറിഞ്ഞപ്പോൾ തോറ്റുപോയ ഒരു ഉമ്മയെ. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.